ഓപ്പറേഷൻ പാർപ്പിടവും ഓപ്പറേഷൻ ടൂർ യാത്രയും. രണ്ട് കാര്യങ്ങൾ കേരളത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളാണ്. റോഡിൽ ഒരു പട്ടി ചത്ത് കിടന്നാൽ, അല്ലെങ്കിൽ രാവിലെ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് പോകുമ്പോൾ ആ പോകുന്ന ഇടവഴിക്ക് അടുത്തൊരു റോഡിൽ വഴിയിൽ ഒരു പട്ടി ചത്ത് കിടന്നാൽ അതിനെ എടുത്ത് കുഴിച്ചിടണമെങ്കിൽ മെമ്പറുടെ കയ്യിൽ നിന്ന് കാശ് കൊടുക്കേണ്ടി വരും. അല്ലാതെ പഞ്ചായത്ത് കമ്മിറ്റിക്ക് തനത് വരുമാനവും വല്ലപ്പോഴും കിട്ടുന്ന ഗ്രാൻറ്റുമല്ലാതെ ഒന്നും ഇല്ലാതിരുന്നു. അങ്ങനെ തനത് ഫണ്ടും വല്ലപ്പോഴും കിട്ടുന്ന ഗ്രാൻറ്റുമല്ലാതെ ഒന്നുമില്ലാതിരുന്ന, പട്ടിയെ കുഴിച്ചിടാൻ പൈസ ഇല്ലാതിരുന്ന കാലത്തിൽ നിന്ന് മാറി എല്ലാവിധ സുഖസഹകരണങ്ങളും കൂടി 35, 38, 40% വരെ പല വർഷങ്ങളിലും പ്ലാൻ ഫണ്ടിൻ്റെ, സംസ്ഥാന പ്ലാൻ ഫണ്ടിൻ്റെ 40% വരെ, 35 മുതൽ 40% വരെ പല വർഷങ്ങളിലും കിട്ടി. വലിയ തോതിൽ ഗസറ്റഡ് ഓഫീസർമാരെയുള്ള കൃഷിവകുപ്പ്, മൃഗഡോക്ടർ തുടങ്ങി ഗസറ്റർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ അടക്കം താഴെ പഞ്ചായത്ത് തലത്തിലേക്ക് കൊടുത്ത് ഗ്രാമവികസന വകുപ്പിലെ പ്രധാനപ്പെട്ട തസ്തികകളെല്ലാം പഞ്ചായത്ത് വകുപ്പിലേക്ക്, എഞ്ചിനീയറിംഗ് തസ്തികകൾ അടക്കം പഞ്ചായത്ത് വകുപ്പിലേക്ക് ലയിപ്പിച്ച് വലിയ ഒരു ഗ്രാമസ്വരാജിൻ്റെ സ്വപ്നവും സങ്കല്പവും പങ്കുവച്ചുകൊണ്ടാണ് കേരളത്തിൽ പഞ്ചായത്ത് രാജ് മുന്നോട്ട് പോയത്. അതിന് ഊർജം നൽകുന്നതിന് വേണ്ടി ജനകീയാസൂത്രണം എടുത്തു. എന്നാൽ ജനകീയാസൂത്രണം എടുത്തിട്ടും വേണ്ടത്ര അഴിമതിയും സ്വജനപക്ഷപാതവും തീരുന്നില്ല എന്ന് മനസ്സിലാക്കി. എന്നാൽ രാഷ്ട്രീയ തീരുമാനം കൂടെയാണ്, അതൊരു രാഷ്ട്രീയ തീരുമാനം കൂടെയാണ്. 50% സ്ത്രീകൾക്ക് അവസരം കൊടുത്താൽ അത് രാഷ്ട്രീയമായി CPM-ന് ഗുണം ചെയ്യും. എല്ലാ കാലത്തും സ്ത്രീകളുടെ വോട്ട് കിട്ടും, സംസ്ഥാനം ഭരിക്കുന്നതിനും എല്ലാ കാലത്തും വോട്ട് കിട്ടും എന്നുള്ള രാഷ്ട്രീയ തീരുമാനമുണ്ട്. പിന്നെ 50% കൊടുത്താൽ അഴിമതിയെല്ലാം കുറയുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടും താഴെത്തട്ടിലേക്ക് 50%-ൻ്റെ സ്ത്രീ സംവരണവും രാജ്യത്താദ്യമായി കേരളത്തിൽ വെച്ചു. അപ്പോൾ പണ്ടാര പറഞ്ഞ പോലെ, എന്തേ തുമ്പി തുള്ളാത്തെ, തുമ്പിക്ക് പൂ പോരാഞ്ഞോ, പൂക്കുല പോരാഞ്ഞോ, മഞ്ഞൾപ്പൊടി പോരാഞ്ഞോ, എന്താണ് തുമ്പിക്ക് വേണ്ടത്? തുമ്പിക്ക് വേണ്ടതെല്ലാം കൊടുത്തു, എന്നിട്ടും തുമ്പി തുള്ളുന്നില്ല. പഞ്ചായത്ത് രാജ് സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ആളെ കൊടുത്തു, അർത്ഥം കൊടുത്തു, ആശയം കൊടുത്തു, പ്രോജക്റ്റ് ചെയ്യാൻ പറഞ്ഞു, എല്ലാം കൊടുത്തു. പക്ഷെ എന്നാൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ കാലത്തിനനുസരിച്ച് ഉയർന്നില്ല എന്നൊരാക്ഷേപമാണ് ഇത് പരിശോധിക്കുമ്പോൾ വരുന്നത്. ജനകീയാസൂത്രണത്തിൻ്റെ രേഖ എന്ന് പറയുന്നത് വളരെ ലളിതമായി ഒരു 5, 6, 7, 10 പേജിന് താഴെയുള്ള, എൻ്റെ കയ്യിൽ ആ ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത് മിസ്ലൊക്കേറ്റ് ചെയ്തിരിക്കുക, എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 8-10 പേജുള്ള ഒരു നോട്ട് ഡോക്ടർ MP പരമേശ്വരൻ എന്ന ഇടതുപക്ഷത്തിൻ്റെ ബുദ്ധിജീവിയും ജിഹ്വയൊക്കെ ആയിരുന്ന, ഇപ്പോഴാണ് ആയ ഡോക്ടർ MP പരമേശ്വരൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ അപ്പോസ്തലനായ ഡോക്ടർ MP പരമേശ്വരൻ എഴുതിയ ഒരു കുറിപ്പ്. ആ കുറിപ്പ് തോമസ് ഐസക്കിന് കൊടുക്കുകയും ഡോക്ടർ തോമസ് ഐസക്ക് ആ കുറിപ്പ് ഉൾപ്പെടെ AKG സെൻറ്ററിലെ EMS അടക്കമുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ സമർപ്പിക്കുകയും ആദ്യം യോഗം അത് നിഷേധിക്കുകയും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയും പിന്നെ നിരന്തരമായ ചർച്ചകളിലൂടെ EM ശ്രീധരൻ എന്ന EMS-ൻ്റെ നമ്പൂതിരിപ്പാടുടെ മരിച്ചുപോയ, EMS നമ്പൂതിരിപ്പാട് മരിച്ചുപോയി, മകനും മരിച്ചുപോയി, CA-കാരനായിട്ടുള്ള ആ മകനെ ഉൾപ്പെടെ പ്ലാനിംഗ് ബോർഡിലൊക്കെ കൊണ്ടുവന്നുകൊണ്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ കൊടുക്കാനുള്ള ഒരു ജനകീയ ആസൂത്രണ പദ്ധതി ഡോക്ടർ തോമസ് ഐസക്കിനെ പ്ലാനിംഗ് ബോർഡ് മെമ്പറാക്കി, ശ്രീധരനെയും EM ശ്രീധരനെയും പ്ലാനിംഗ് ബോർഡ് മെമ്പറാക്കി, വളരെ വലിയ IS ഗുലാത്തിയെ പോലുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ അദ്ദേഹം ഇവിടെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാനൊക്കെ ആക്കി ബംഗാളിൽ നിന്ന് കൊണ്ടുവന്ന് വളരെ വലിയ രീതിയിൽ ജനകീയ ആസൂത്രണം നടപ്പിലാക്കി. സുപ്രതാ സിൻഹ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ഒരു ജിയോളജിസ്റ്റിനെ ബംഗാളിൽ നിന്ന് പ്രത്യേകം കൊണ്ടുവന്ന് ലാൻഡ് യൂസ് ബോർഡിൻ്റെയും സെൻറ്റർ ഫോർ എസ്റ്റേറ്റ് സ്റ്റഡീസിൻ്റെയും ഡയറക്ടറാക്കി, ലാൻഡ് യൂസ് ബോർഡിൻ്റെ കമ്മീഷണറാക്കി. അങ്ങനെയും കുറേയധികം പദ്ധതികൾ, വിഭവ ഭൂപട നിർമ്മാണം, നീർത്തടാശ്രിത പരിപാടികൾ, ഒരുപാട് പരിപാടികൾ താഴെ കൊടുത്തു. ആ കൺസെപ്റ്റ് നോട്ടിൽ പറയുന്ന 3 കാര്യങ്ങൾ: 1, അധികാരം വികേന്ദ്രീകരിക്കണം. നമ്പർ 2, ഇന്നുള്ള അഴിമതി ഒരു കാരണവശാലും അനുവദിക്കരുത്. താഴെ തലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഗ്രാമസഭകൾക്ക് കൂടി അധികാരം കൊടുത്താൽ, ഗ്രാമസഭകൾ കൂടി പ്രവർത്തിച്ചാൽ സമ്പൂർണ്ണമായി അഴിമതി ഇല്ലാതാക്കാം. 3, പരിസ്ഥിതി കൂടുതൽ സംരക്ഷിക്കപ്പെടും. 4 എന്ന് പറയാൻ പറ്റില്ല, അതായിരുന്നു 1. ഉൽപ്പാദന മേഖലയിൽ കേരളം വളരെ പിറകിലാണ്, സേവന പശ്ചാത്തല മേഖലകളിൽ മുന്നിലുമാണ്. അതിനെ കീഴ്മേൽ മറിച്ചുകൊണ്ട്
കേരളത്തിലെ കാർഷിക രംഗത്തും ചെറുകിട വ്യവസായ രംഗത്തും കൃത്യമായി ജനങ്ങളുടെ സർഗശേഷി അഴിച്ചുവിട്ടുകൊണ്ട് ഓരോ ഗ്രാമങ്ങളും സ്വയം പര്യാപ്ത തൊഴിൽ സംരംഭങ്ങളായി ഉള്ള ഗ്രാമങ്ങളായി മാറണം. ഓരോ ഗ്രാമപഞ്ചായത്തിലും ഗ്രാമത്തിനാവശ്യമായ പച്ചക്കറിയും നെല്ലും മറ്റെല്ലാ സംവിധാനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകരുടെ ഗ്രാമമായി മാറണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ എഴുതി വച്ചിരിക്കുന്ന സങ്കല്പങ്ങൾ എത്ര മനോഹരമാണ്. ഓരോ ഗ്രാമപഞ്ചായത്തും ഉൽപ്പാദക ഗ്രാമപഞ്ചായത്തുകളായി മാറുന്നു. മനോഹരം. അവിടെ അഴിമതി ഉണ്ടാകുന്നില്ല, അതിനേക്കാൾ മനോഹരം. അവിടെ സുതാര്യത നടക്കുന്നു, വളരെ മനോഹരം. അതിമനോഹരം, അതിമധുരം. എത്ര മനോഹരമാണ് ആ പേപ്പർ. എന്നിട്ട് അതിനു വേണ്ടി ഒരു വർഷത്തെ ക്യാമ്പയിൻ, ജനകീയാസൂത്രണത്തിന് 10 വർഷത്തെ ക്യാമ്പയിൻ ഒന്നും ഇല്ലായിരുന്നു, 10 വർഷത്തെ പരിപാടിയും ഇല്ലായിരുന്നു, ഒറ്റ വർഷത്തെ ക്യാമ്പയിൻ. അത് പ്ലാനിംഗ് ബോർഡിൽ അതിനൊരു സെല്ല്, അതിൻ്റെ പരിപാടികൾ. പക്ഷെ അങ്ങനെ തുടങ്ങി 1 വർഷമായി, 2 വർഷമായി, 3 വർഷമായി. ആ ഭരണകാലം മുഴുവൻ പ്ലാനിംഗ് ബോർഡിൽ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്ന ഭരണത്തിൽ LDF വന്നപ്പോഴൊക്കെ ജനകീയാസൂത്രണം പല രൂപത്തിൽ പല ഭാവത്തിൽ കൊണ്ടുപോയി. പക്ഷേ എന്തെല്ലാം താഴേക്ക് വന്നിട്ടും, അധികാരം താഴേക്ക് വന്നിട്ടും, ജീവനക്കാർ താഴേക്ക് വന്നിട്ടും, സ്ത്രീകൾ 50% സ്ത്രീകളെ കൊണ്ടുവന്നിട്ടും 2 കാര്യങ്ങളിൽ വലിയ അഴിമതി നടക്കുന്നു, കൊടിയ അഴിമതി നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. 2 കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന് കൊടിയ അഴിമതിയാണ്. അതുകൊണ്ടതാണ് ഓപ്പറേഷൻ പാർപ്പിടം എന്ന് പറഞ്ഞ് 60-ലധികം വരുന്ന 70ഓളം വരുന്ന പ്രാദേശിക സ്ഥാപനങ്ങളിൽ, തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ, 6 കോർപ്പറേഷനുകളിൽ, 30ഓളം വരുന്ന മുനിസിപ്പാലിറ്റികളിൽ, ബാക്കി വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലും വളരെ കൃത്യമായി വിജിലൻസ് അന്വേഷണം നടക്കുന്നു. ഓപ്പറേഷൻ പാർപ്പിടം. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ പോയതും വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള കഷ്ടപ്പാടുകളും ഒക്കെ കാണുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ജനകീയാസൂത്രണം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത്, അന്ന് ഞാൻ 2 സർക്കാരുകളുടെ കാലത്തും, UDFൻ്റെയും LDFൻ്റെയും എല്ലാ സർക്കാരുകളുടെ കാലത്തും അക്കാഡമിക്കായി ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്താൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു യോഗത്തിൽ, ജനകീയാസൂത്രണത്തിൻ്റെ ഒരു ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ ഞാൻ പോയി സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാൻ വളരെ ആവേശപ്പെട്ട് ഈ അഴിമതിക്കെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയും ഒക്കെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ സംഭാഷണം, ഞാൻ മുഖ്യപ്രഭാഷകനായിരുന്നു ഗ്രാമസഭയിൽ. വളരെ നിറഞ്ഞ ജനങ്ങൾ നിറഞ്ഞ ഗ്രാമസഭയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലായിരുന്നു, ഒരു മലയോര പ്രദേശത്തുമായിരുന്നു. ആ ഗ്രാമസഭയിലെ ഒരു ഉമ്മ, പ്രായമുള്ളൊരു ഉമ്മ, എൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാനായി ഇങ്ങോട്ട്, ചായക്കപ്പ് അവിടെ വച്ചിരുന്നു, ചായ ഉണ്ടായിരുന്നു സ്റ്റേജിൽ തന്നെ. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉമ്മ താഴെ വന്നിട്ട് എൻ്റെ ചെവിയിലൊരു കാര്യം പറഞ്ഞത്, സാർ ഈ പറഞ്ഞല്ലോ, ദോ ഇരിക്കുന്ന ആ ഓഫീസർ എനിക്ക് 2000 രൂപ കക്കൂസിന്, 2000-3000 രൂപ കക്കൂസിന് വേണ്ടി അനുവദിച്ചതിൽ നിന്ന് ആട്ടോയ്ക്ക് എന്ന് പറഞ്ഞ് 1000 രൂപ വാങ്ങിയിട്ടുണ്ട് സാർ. അത് വാങ്ങിയിട്ടാണ് എൻ്റെ വീട്ടിൽ തന്നത്, ഈ കക്കൂസിൻ്റെ ബില്ല് എനിക്ക് മാറി തന്നത്. സാറിന് സാർ ഈ പറയുന്നതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു നിമിഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞാണ് ഉടനെ തന്നെ വീണ്ടും ആളുകൾ എൻ്റെ പ്രഭാഷണം കഴിഞ്ഞതാണല്ലോ, ഗ്രാമസഭയിൽ ചോദ്യങ്ങൾ വന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോൾ എനിക്കൊരവസരം കിട്ടി. ഞാൻ പറഞ്ഞു, വീട് 2000 രൂപയുടെയോ 3000 രൂപയുടെയോ കക്കൂസ് അനുവദിക്കുമ്പോൾ ആ കക്കൂസ് അനുവദിക്കൽ നിന്ന് 1000-500 രൂപ വാങ്ങുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, ജനപ്രതിനിധി ഉണ്ടെങ്കിൽ, നിങ്ങൾ കക്കൂസിനേക്കാൾ കക്കൂസിനേക്കാൾ അപമാനമാണ്. നിങ്ങൾ ഈ രാജ്യത്തിന് ദ്രോഹികളാണ്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജിൽ ഇതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിവൈകാരികമായി വർത്തമാനം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരാൻ സമയത്ത് ഒരു ഓഫീസർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാർ എനിക്കാണ് അബദ്ധം പറ്റിയത്, ഞാൻ ആ പണം തിരിച്ചു കൊടുക്കും. അങ്ങനെ ആ പൈസ ആ ഉമ്മയ്ക്ക് അന്ന് തന്നെ തിരിച്ചു കൊടുത്തൊരു കഥയുമുണ്ട്. ഞാനിത് ഇത്രയും വിശദമായി പറഞ്ഞത് നേരിട്ട് അനുഭവമുള്ള 100,000 കാര്യങ്ങളുണ്ട്. എന്തായാലും ഓപ്പറേഷൻ പാർപ്പിടത്തിൻ്റെ പേരിൽ വളരെ വലിയ ഒരു അഴിമതിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അഴിമതിയാണ് വാട്ടർ ഷെഡ് മാനേജ്മെൻറ്റ് പരിപാടിയുടെ ഭാഗമായി, നിർത്തടാധിഷ്ഠിത വികസന പരിപാടിയുടെ ഭാഗമായി മാതൃകാ പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കുന്ന മൈറാഡ, മൈസൂർ, അണ്ണാ ഹസാരയുടെ റാലേഗാൻ സിദ്ധി, ഡോക്ടർ രാജേന്ദ്ര സിംഗിൻ്റെ ആൾവാർ നദിയുടെ പഠനങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരുപാട് നിർത്തടാധിഷ്ഠിത വികസന മാതൃകകളുണ്ട്. അതുപോലെ തന്നെ NIRD, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഹൈദരാബാദിലുണ്ട്. അവിടെ വച്ച് പരിശീലനമുണ്ട് കർഷകർക്കുൾപ്പെടെ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ നിർത്തടാധിഷ്ഠിത മാതൃകകൾ കാണാൻ പോകാൻ അവസരമുണ്ട്. അത് കാണാൻ കർഷകരെയാണ് കൂടുതൽ കൊണ്ടുപോകേണ്ടത്. വാട്ടർ ഷെഡ് കമ്മിറ്റി അംഗങ്ങളെയാണ് കൊണ്ടുപോകേണ്ടത്. ഓരോ വാട്ടർ ഷെഡ് എടുത്താൽ, നീർത്തടമെടുത്താൽ, അവിടെ നീർത്തടത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സൂക്ഷ്മ നീർത്തടത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ കാണും. അതിന് സെക്രട്ടറി, പ്രസിഡന്റ്, അത് മിക്കവാറും എല്ലാം വാട്ടർ ഷെഡിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും, അവിടെ ഉള്ളവരാണ്, പുറത്തുനിന്ന് ആരുമില്ല.
കർഷകർ ആ കമ്മിറ്റിക്ക് ഒരു സെക്രട്ടറി പ്രസിഡന്റ് എന്നൊക്കെ ഉണ്ടാവുന്ന കൂട്ടത്തിൽ അവരെ സഹായിക്കാൻ ഉദ്യോഗസ്ഥരും ഉണ്ടാകും. പക്ഷേ ഇന്ന് വളരെ വലിയൊരു വാർത്ത വന്നിട്ടുള്ളത്, പ്രധാനപ്പെട്ട പത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, കർഷകർക്കുള്ള പഠനയാത്രയുടെ മറവിൽ ജീവനക്കാരുടെ ഉല്ലാസയാത്ര. ഇത് വളരെ വലിയ ഗുരുതരമായ തെറ്റാണ്. കർഷകരുടെ പേരിൽ കർഷകർക്ക് നടത്തേണ്ട പരിപാടികളെ പേരിൽ പരിശീലനങ്ങൾക്ക് വളരെ കുറച്ച് ഇന്നയാടി പരിശീലനങ്ങൾക്കുമൊക്കെ കർഷകരെ ഒരു കാരണവശാലും കൊണ്ടുപോകുന്നില്ല. ഇത് മുഴുവൻ ഉല്ലാസയാത്രകളാക്കുകയും മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അതായത് ഈ പോകുന്ന ടീമുകൾ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളൊക്കെ പോകുന്നവർ അവർ പോകണ്ടെന്നോ പങ്കെടുക്കണ്ടെന്നുള്ള ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ പോകുന്നവർ അതിൻ്റെ റേഷ്യോ അനുസരിച്ച് അവർ കുറവും കൂടുതൽ ഈ കമ്മിറ്റിയും കർഷകരുമായിരിക്കണം. പക്ഷെ അതില്ല, തിരിച്ചാണ് സംഭവിക്കുന്നത്. ഒരു കർഷകനെയും കൊണ്ടുപോകുന്നില്ല, ഒരു കമ്മിറ്റി അംഗങ്ങളെയും കൊണ്ടുപോകുന്നില്ല എന്നതും ഈ പോകുന്നവർ ആ സ്ഥലത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളും സകലതിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരിശീലനത്തിന് യാതൊരു പ്രാധാന്യവും മാതൃകാ സ്ഥലങ്ങൾ കാണുന്നതിനും യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ അത് ഒരു ചടങ്ങായി ഒരു ദിവസം പോയി നിന്നിട്ട് 5 ദിവസത്തെ യാത്രയാണെങ്കിൽ 4 ദിവസവും മറ്റ് ടൂർ അടിക്കുന്ന പരിപാടി വളരെ വ്യാപകമാണ്. ഇത് രണ്ടും, ഇത് കോഴിക്കോട് നിന്നുള്ളൊരു വാർത്തയാണെന്ന് വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായ പ്രധാനമന്ത്രി കൃഷി സഞ്ചായി യോജന PMKSY ദുരുപയോഗം ചെയ്താണ് അനർഹരായവരെ പങ്കെടുപ്പിച്ച് ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കുന്നതെന്നാണ് വാർത്ത. ശാസ്ത്രീയമായ ജലസേചന പ്രവർത്തനങ്ങളുടെ സമഗ്ര കാർഷിക വിദ്യ അഭിവൃദ്ധി ലക്ഷ്യം വയ്ക്കുന്ന വാട്ടർഷെഡ് മാനേജ്മെൻറ്റ് കമ്മിറ്റികളെയാണ് ഇതുകൊണ്ട് കാണിക്കേണ്ടത്. ആ കമ്മിറ്റികളെ കൊണ്ട് കാണിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്തുകളിലൂടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ വളരെ കൃത്യമായി ഉല്ലാസയാത്രകൾക്ക് പോയി അത് പരിപാടി മാറ്റുകയാണ് ഉദ്യോഗസ്ഥരെന്ന് വലിയൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ജനകീയാസൂത്രണത്തിലൂടെയും അധികാര വികേന്ദ്രീകരണത്തിലൂടെയും താഴേക്ക് പണം കൊടുത്തത്, ഉദ്യോഗസ്ഥരെ കൊടുത്തത്, ആശയം കൊടുത്തത് എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണ്. പുതിയ ഗവൺമെൻറ്റാണ്, വലിയ കാഴ്ചപ്പാടുള്ള മന്ത്രിയാണ്. അദ്ദേഹം ഇതെല്ലാം കൃത്യമായി സൂക്ഷ്മമായി വിലയിരുത്തുമെന്ന് തന്നെ നമുക്ക് കരുതാം.